ആപ് കി അദാലത്തിൽ യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പൂരിയുടെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹത്തിന് പിടിവാശി കൂടുതലാണ് എന്നുള്ളതാണ്. ഹർദീപ് സാർ, കുട്ടിക്കാലം മുതൽ ഇതുവരെ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് കുറച്ച് വാശി കൂടുതലാണെന്നാണ് അറിഞ്ഞത്. സൽമാൻ ഖാൻ ഒരു സിനിമയിൽ പറയില്ലേ, ഒരു പ്രാവശ്യം ഞാൻ തീരുമാനമെടുത്താൽ പിന്നെ എന്റെ വാക്ക് ഞാൻ പോലും കേൾക്കില്ലെന്ന്. അതുപോലെ പിടിവാദം പിടിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും അതന്നെ പറയും. ഞാൻ ഈ ചാർജ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനതിലൊരു ചെറിയ നുവാൻസ് മാത്രം ചേർക്കുന്നു. അതായത് എൻ്റെ ഉള്ളിലൊരു DNA ഡിഫക്റ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഇതിനെ നിങ്ങളുടെ ഇഷ്ടം പോലെ പറയാം. പക്ഷേ ഇതിൽ ആരുടെ തെറ്റുമില്ല. താങ്കൾ തുടക്കകാലത്ത് 3-4 വയസ്സിൽ കിൻഡർ ഗാർഡൻ പഠിക്കുന്ന സമയത്ത് പിള്ളേരാരോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ മുഖത്ത് തന്നെ ഇടിച്ചെന്ന് അറിഞ്ഞു. 1956 അന്ന് എനിക്ക് 4 വയസ്സെന്നാണ് തോന്നുന്നത്. എൻ്റെ അച്ഛനന്ന് ജർമ്മനിയിലായിരുന്നു പോസ്റ്റിങ്. അന്ന് എന്നെ ജർമ്മനിയിലെ കിൻഡർ ഗാർഡനിൽ ചേർത്തു. ഞങ്ങൾ ആ സമയത്തൊക്കെ സീക്സിൻ്റെ പിള്ളേരൊക്കെ തലമുടിയൊക്കെ കുറേ വളർത്ത് അതിലൊരു കൊണ്ടയിട്ട് പിന്നീടാണ് സ്കൂളിലേക്കൊക്കെ പോവുക. ഞാൻ തുടക്കത്തിലൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ജർമ്മൻ പിള്ളേരായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മളെ അവർ വളരെ വ്യത്യസ്തമായാണ് കാണുന്നത്. ഇവൻ ചെക്കനാണ്, പക്ഷേ ഇവൻ ഇത്രയും അധികം മുടി വെച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴാണെങ്കിൽ ഭാഷയെ അറിയില്ല, പക്ഷേ അവർ കളിയാക്കുന്ന ആ സ്റ്റൈല് കണ്ടാൽ അതൊരു ഫിസിക്കലായി തന്നെ മാറി. ഞാനിവിടെ ഒരു കാര്യം മാത്രം പറയും രജത് സാർ. സ്കൂളിൽ നടക്കുന്ന പുള്ളിങ്, പിന്നെ സിവിൽ സർവീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിലും പറയാം. നിങ്ങളെ ആരെങ്കിലും പുള്ളിങ് ചെയ്താൽ അവരെ തിരിച്ചു മുഖത്തടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് പക്ഷേ താങ്കളുടെ ശീലങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് നിർബന്ധിച്ച് എല്ലാവരും കൂടി ചേർന്ന് താങ്കളെ ഹോസ്റ്റലിൽ ചേർത്തെന്ന് കേട്ടു. അവിടുത്തെ മതിൽ ചാടി താങ്കൾ വന്നെന്നും അറിഞ്ഞു. നിങ്ങൾ ചെയ്ത ഡീപ്പ് റിസർച്ചിൽ ഈ കഥയും സത്യമാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ അച്ഛന് ഫോറിൻ മിനിസ്ട്രിയിലായിരുന്നു ജോലി. അദ്ദേഹത്തിന് ഇന്ത്യ, ചൈന, ലാവൂസിലായിരുന്നു പോസ്റ്റിങ്. അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. അപ്പോൾ ഞങ്ങളുടെ പാരൻസ് എന്നെ സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്നെ ഹിമാചൽ പ്രദേശിൽ ചേർത്തു. തുടക്കത്തിൽ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഞാൻ കണ്ടത് വെച്ച് ആ സ്കൂളിൽ കുറച്ച് സമയം കൊണ്ട് അവിടുത്തെ എല്ലാ വഴികളും ശരിക്കും പറയുകയാണെങ്കിൽ മോശമായിരുന്നു. അവിടുത്തെ എഡ്യൂക്കേഷനാണെങ്കിൽ ശരിയല്ല. അച്ഛനും അമ്മയ്ക്കും കുറേ ലെറ്റേഴ്സൊക്കെ എഴുതി. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാലോ പേരൻസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. എനിക്കും 2 പെൺകുട്ടികളുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ട്. കുട്ടികൾ പറയുന്നത് ശരിയാവില്ല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. ആ പൈസ കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നു. വാശി പിടിച്ച് ഞാൻ ചെയ്ത കാര്യം ശരിയായിരുന്നു. സാർ, ഇതൊക്കെ താങ്കളുടെ കുട്ടിക്കാലത്തെ കഥകളാണ്. ഇനി ചെറുപ്പകാലത്തെ കാര്യങ്ങൾ പറയാം. 21ാമത്തെ വയസ്സിൽ താങ്കൾ IFS ജയിച്ച സമയത്ത് താങ്കൾ മസൂരിയിലേക്ക് പോയി. അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരായിരുന്നു അവിടുത്തെ ടോപ്പർ. താങ്കളുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഉടൻ തന്നെ പ്രേമിക്കാൻ തുടങ്ങിയെന്ന്. ഈ പ്രണയം എന്ന് പറയുന്നതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ. അതായത് ശരിക്കുള്ള ജീവിതം, ഈ റിയൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മളത് സോൾവ് ചെയ്യണം. ഞങ്ങളുടെ പ്രശ്നം വന്നത് വളരെ ലേറ്ററായിരുന്നു. കാരണം താങ്കൾ ലക്ഷ്മി മുർദേശ്വറിനെ അല്ല, മുർദേശ്വറിനെ കൊണ്ടല്ല, വേറൊരു പ്രശ്നം കാരണം. അവരും ഫോറിൻ സർവീസ് ചൂസ് ചെയ്തു, ഞാനും അത് തന്നെയാണ് ചെയ്തത്. സോ എൻ്റെ അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, 2 പേരും അംബാസിഡർ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു. വീടാരാ നോക്കാൻ ചോദിച്ചു. കാരണം അവർ ഹൗസ് വൈഫായിരുന്നു. പിന്നീട് അവരെ മനസ്സിലാക്കിപ്പിച്ചു, അവരും സമ്മതിച്ചു. അതിനുശേഷം ഇവളുടെ അച്ഛൻ ലോയറായിരുന്നു, ലോ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് കാരണം ഒരു വലിയ പ്രശ്നമുണ്ടാകുമെന്ന്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കല്യാണം അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ആക്ടിൽ വേണം നടത്തണമെന്ന് പറഞ്ഞു. അതായത് ഹിന്ദു മാരേജ് അല്ലെങ്കിൽ സിഖ് മാരേജിന്റെ വാലിഡിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നും പറഞ്ഞു. ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ പ്രണയിച്ചു. ഇപ്പം യാതൊരു കുഴപ്പമില്ല, അതായത് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് ഇനിയും കുറേ കൂടും. ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ, താങ്കൾ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി താങ്കളുടെ 3 അമ്മാവന്മാരും വന്നെന്നും കേട്ടു. അല്ലല്ല,
അതായത് ഞങ്ങളുടെ അച്ഛൻ ഒരു ദിവസം ഒന്ന് ചെറുതായി എമോഷനായി. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊരു നല്ല സീക്ക് കമ്മ്യൂണിറ്റി ആയിരുന്നു. ആ സമയത്ത് അറേഞ്ച് മാരേജ് ആയിരിക്കും കൂടുതൽ നടക്കുക. അന്നാരോ പറഞ്ഞിരിക്കുന്നു നല്ല ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ IASഉം IPSഉം ഒന്നും ആയിരുന്നില്ല. ആക്ച്വലി ഞങ്ങളുടെ ബാച്ചിൽ 5 പേരുണ്ടായിരുന്നു. അതായത് ആരോ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേണം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഒരാൾ എല്ലാവരേക്കാളും മൂത്ത ആളാ. ആദ്യം അദ്ദേഹത്തിന് ഒരു ആർഗ്യുമെൻറ്റും കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രനെ കല്യാണം കഴിച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവരൊക്കെ ഭക്ഷണത്തിൽ പഞ്ചസാര കൂട്ടുന്നവരാ. മഹാരാഷ്ട്രീസ് അങ്ങനെ ചെയ്യില്ല, ഗുജറാത്തീസ് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് ആർഗ്യുമെൻ്റ് ഉണ്ടായില്ല. പിന്നീട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ഇത്രയും അധികം പഠിച്ചിട്ടുണ്ട്, സോ ആരും വന്ന് വരട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ അച്ഛൻ തുടക്കത്തിൽ കുറച്ച് എമോഷണൽ ആയതുകൊണ്ട് അവരൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിന് ശേഷം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മകനായിരുന്നു ഞാൻ. പിന്നീടാണെങ്കിലോ അവൾ മകളായി മാറി. ശരിക്കും പറയുകയാണെങ്കിൽ അവൾ മുഴുവനും തന്നെ മാറ്റി. അതുകൊണ്ട് അവര് സിഖ് സംസ്കാരം പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ഗുരുമുഖി വായിക്കാനും എഴുതാനും പഠിച്ചെന്നും ഞാൻ എന്നെ കേട്ടു. കൊണ്ട് പഠിക്കാൻ കഴിയില്ല, ഇതാണ് സത്യം. ഞാൻ അമൃത്സറിൽ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവിടുത്തെ കിൻഡർ ഗാർഡൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കൂലേ, അതേപോലെയാണ് എനിക്കും അവർ ക്ലാസ് എടുക്കുക. കാരണം അവർ എൻ്റെ അമ്മയോടൊപ്പം ആയതുകൊണ്ട്. ഞാൻ പട്യാലയിലേക്ക് ഡിസ്ട്രിക്ട് ട്രെയിനിങ് പോകുമ്പോൾ ആ സമയത്ത് അവർ ഗുരുമുഖി പഠിച്ചു. അതായത് അവരതിൽ റിസൈറ്റേഷനും ചെയ്യുമായിരുന്നു. അതോടൊപ്പം പ്രേയേഴ്സിൽ പാട്ടും പാടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലിയെ ഞാൻ ഒരിക്കലും ഡീപ്ലി റിലീജിയസ് എന്ന് പറയില്ല, പക്ഷേ വിശ്വാസമുണ്ട്, ഞങ്ങൾ ബിലീവേഴ്സാണ്. ആൻഡ് പിന്നെ ഞാൻ വിത്തൗട്ട് ഹെസിറ്റേഷൻ ഞാൻ ഒരു കാര്യം മാത്രം സമ്മതിക്കാൻ റെഡിയാണ്. ഷീ നോസ് മോർ അബൌട്ട് സിക്കിസം ആൻഡ് സിഖ് റിലീജിയൻ. ഐ നോ. ആക്ച്വലി ഞാൻ എന്നെ ഒരു ഡിവോട്ട് സിക്കായി വിചാരിക്കുന്നു. I believe in tenets of Sikhism, but she is gone to the high level of spirituality. താങ്കളുടെ മക്കൾ, അതായത് പെൺമക്കളിൽ ഒരാൾ തമിഴ് സംസ്കാരത്തിലുള്ള ഒരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആലോചിച്ചപ്പോൾ താങ്കൾ അമ്മമാരെ പോലെ എതിർത്തോ അതോ അതിന് സമ്മതിച്ചോ? അല്ലല്ല, ഇവർ തമിഴ്നാട്ടിലുള്ള ഒരു ഫാമിലിയിലെ ഒരു ചെറുക്കനെ പ്രണയിക്കാമെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ആക്ച്വലി അവരൊരു ബ്രാഹ്മിൻ അയ്യങ്കാരായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ ചെറുക്കനെ കാണുമ്പോൾ ആ ചെറുക്കൻ ഞാനൊരു ഹെഡ്നോസ്റ്റിക് ആൻഡ് ഒരു ഏത്തിസ്റ്റ് എന്ന് പറഞ്ഞു. അയ്യങ്കാരിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ആലോചിച്ചു. അവിടെ വേണ്ട എന്ന് പറയാൻ യാതൊരു ചാൻസും ഉണ്ടായിരുന്നില്ല. ഹീസ് ലൈക്ക് എ സൺ ടു അസ്. ഞങ്ങളുടെ രണ്ടാമത്തെ മോള് ഐറിഷ് അമേരിക്കനെയാണ് കല്യാണം കഴിച്ചത്. അവരും അയർലാൻഡിലെ ആ ചെക്കൻ്റെ ഫാമിലി സിസ്റ്റവും ഞങ്ങളുടെ സിസ്റ്റവും ഏകദേശം ഒരുപോലെയായിരുന്നു. സോ ഞങ്ങളുടെ 2 പിള്ളേരും മാരീഡാ. ഇനി ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും ഞങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനോടാ. താങ്കളുടെ കുടുംബകാര്യങ്ങളിലും അതുപോലെ താങ്കളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും താങ്കൾ വാശി പിടിക്കുന്നതൊക്കെ. ആസ് എ ഡിപ്ലോമാറ്റ്, താങ്കൾ ശ്രീലങ്കയിൽ, അതായത് കൊളംബോയിലുള്ള സമയത്ത് താങ്കൾ പ്രഭാകരനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. കാടിനുള്ളിലേക്ക് പോയി, ജീവൻ ആപത്താണെന്ന് അറിഞ്ഞിട്ടും പോയി. ഇങ്ങനെയുള്ള വാശിയൊക്കെ നല്ലതാണോ? ഇത് പിടിവാശി പിടിക്കേണ്ട വിഷയമല്ല. ഞാൻ ആ സമയത്ത് ശ്രീലങ്കയിലായിരുന്നു. അവിടെ എത്നിക്സ് ക്രൈസിസ് നടന്നു, സിവിൽ വാർ. ആ സമയത്ത് ശരിക്കും പറയുവാണെങ്കിൽ വാർ നടക്കുമായിരുന്നു. എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജാഫ്നയിലേക്ക് ചെന്ന് LTTയുടെ ലീഡർ വേലുപ്പിള്ളി പ്രഭാകരനെ ചെന്ന് കാണണമെന്ന് എനിക്കവർ മെസ്സേജ് അയച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ശ്രീലങ്കൻ ഗവൺമെൻറ്റിനും ഇടയ്ക്കുള്ള പ്രശ്നത്തിൻ്റെ പീസ് അഗ്രിമെൻ്റ് ആയിരുന്നു. അൾട്ടിമേറ്റ്ലി അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ശ്രീലങ്ക പീസ് അഗ്രിമെൻറ്റ്. ഇത് 1987 അതിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് LTT ലീഡേഴ്സിന് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് എന്നെ അയച്ചത്. ആ സമയത്ത് ലാൻഡ് മൈൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തു. പിന്നെ അവർ ജാഫ്നയിലേക്ക് ചെന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് അവിടെ ജാഫ്ന ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുത്തെ LTT ആളുകൾ തമ്മിൽ കണ്ടുമുട്ടി. ആ സമയത്ത് അവിടെ ഇൻസർജൻസി സിറ്റുവേഷനായിരുന്നു. ഞാനവിടെ ഒരു പിടിവാശിയും പിടിച്ചില്ല. അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻ കിട്ടി. ഞാനതിനെ ഒരു വലിയ ഭാഗ്യമാണെന്ന് കരുതി. ഇപ്പോഴത് തന്നെയാണ് കരുതുന്നത്. അറ്റ് ദ യങ് ഏജ് നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്ന്
ഇൻസർജൻസി ഗ്രൂപ്പിനോടൊപ്പം അവരെ കണ്ട് അവിടുത്തെ ടെററിസ്റ്റ് ലീഡറിനെ നേരിട്ട് കണ്ട് ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ പ്രൊഫഷണലി ഹൈ പ്രൊഫൈൽ കേസസ് ആണ്. താങ്കൾ ആ കാടിനുള്ളിലേക്ക് എങ്ങനെയാണ് പോയത്? ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ കണ്ണ് കെട്ടിയിട്ടാണോ കൂട്ടിക്കൊണ്ട് പോയത്? അല്ല, അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ജാഫ്നയിലേക്ക് പോയപ്പോ അവിടുത്തെ ലീഡേഴ്സൊക്കെ എന്നെ വന്ന് നേരിട്ട് കണ്ടു. ഞങ്ങളുടെ കൂടെ മിലിറ്ററി അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു, നേവൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. VK ഗുപ്ത സാർ അങ്ങേരെ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു, അവരെ കോണ്ടാക്ട് ചെയ്തു. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഒരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, ഞങ്ങൾ തീർച്ചയായും കാണിക്കാമെന്നും ഞങ്ങൾക്ക് അവർ വാക്ക് തന്നു. പിന്നീട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളെ ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോകാനാവില്ല. എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആ സമയത്ത് ആരോടും വിശ്വാസമില്ല. അവർ വിചാരിച്ചത് ഇവരെല്ലാവരെയും വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോയാൽ പിന്നീട് ഇവരെവിടുന്നാണ് എങ്ങോട്ടാ പോകുന്നത് റൂട്ട് കണ്ടുപിടിച്ച് ഈ ഇൻഫർമേഷൻ പുറത്തെങ്ങാനും പറഞ്ഞ് അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കുമെന്ന് അവർ പേടിച്ചു. അതുകൊണ്ട് അവർ രാത്രി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ലൈറ്റൊന്നും ഇല്ലല്ലോ. എയറേസ് പോലത്തെ വിഷയങ്ങളൊക്കെ അവിടെ നടക്കും. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തോളൂ, അതായത് കണ്ണ് കെട്ടിക്കോളൂ. അതിനവർ ഞങ്ങളോട് പറഞ്ഞു, ഇല്ലല്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണെന്ന് അവർ പറഞ്ഞു. പിന്നീട് അവർ ഞങ്ങളെ എവിടേക്കൊക്കെയോ കൊണ്ടുപോയി. അതെനിക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്തു. റൂട്ട് പോലും മനസ്സിലാക്കാത്ത പോലെ ഒരുപക്ഷെ 1/2 കിലോമീറ്റർ ചെന്ന് ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് അറിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലാതെ അവർ വ്യത്യസ്തമായാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. രാജീവ് ഗാന്ധി സാർ ഒപ്പം ജയവർദ്ധനൻ സാർ തമ്മിൽ ഒരു ഏറ്റവും വലിയ ഡിസ്കഷനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ അവർക്ക് കൊടുത്തു. പിന്നീട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഡൽഹി വരെ വരാൻ എല്ലാ പെർമിഷനും കിട്ടും. അവിടുന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ജഫ്നയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഹെലികോപ്റ്റർ വരെ തമിഴ്നാട് വരെ ചെന്ന് ഡൽഹിയിൽ ഡിസ്കഷൻ നടന്നു. പക്ഷേ പല ആപത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ ലാൻഡ് അതൊക്കെ- മൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തോക്കുകൾ പിടിച്ചുകൊണ്ട് ധാരാളം പേരുണ്ടായിരുന്നു. അതുപോലെ ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സീക്രട്ടീവ് മിഷനായിരുന്നു. അതുമാത്രമല്ല, ആരോടും ഇതിനെക്കുറിച്ച് പറയില്ലായിരുന്നു. ഞങ്ങളുടെ ഏജൻസിക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ഇതിനു വേണ്ടി. നിങ്ങളുടെ ഏജൻസിയുടെ ചീഫ്, R&AWOയുടെ ചീഫ്, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിന്നൊരു MS നെറീനെ അയച്ചിട്ടുണ്ട്. അവരയച്ച MS നെറിയും വളരെ ജൂനിയറായിരുന്നു. അവരെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ മന്ത്രിയെ അയച്ചിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞേനെ. പിന്നീട് തമിഴ്നാട്ടിൽ മുഴുവനും സ്പ്രെഡായിട്ടുണ്ടാകും. പിന്നീട് അവരൊരു കാര്യം ചെയ്തു. ഇത് എഫക്റ്റിന് വേണ്ടി ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതായത് R&AWന്റെ ചീഫ് ദീക്ഷിത് സാറാണ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഓ, നിങ്ങൾ ആരെയോ അയച്ചിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഗ്രൂപ്പ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഇനി കാറ്റിൽ ഏതൊരു പക്ഷി പറന്നാലും പക്ഷി മിഷൻ എന്നുണ്ടെങ്കിലും ഷൂട്ടൗട്ട് ചെയ്യുമെന്ന്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ലക്ഷ്മി, അതായത് സെക്കൻഡ് ഡോക്ടറിന്റെ ഡെലിവറി ആയിരുന്നു. ദിവസേന 5 മണിക്ക് പ്രസ് ബ്രീഫിംഗ് ചെയ്യും. കാരണം അവൾ ബ്രീഫിംഗ് ഓഫീസറായിരുന്നു. പക്ഷേ ഇതെപ്പോഴും എന്റെ പിടിവാശി കാരണമാണ് നടക്കുന്നത് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. കുറെ ആളുകൾ പറയുന്നത് ഇതൊക്കെ നടന്നതിന് കാരണം ദീക്ഷിത് സാറും ഹർദീപ് പുരിയുമാണെന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ആപത്തുകളും കടന്ന് താങ്കൾ ഹീറോ ആയി. ലക്ഷ്മി മാം ഇവിടെ തന്നെ ഉണ്ട്. താങ്കൾ ആ മിഷന് പോയ സമയത്ത് അവരെ പേടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഭയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദൈവത്തെ വലിയ വിശ്വാസമായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹം ഏത് കാര്യത്തിനാണോ അവിടെ പോയത്, അദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടിയാണ് പോയത്. തീർച്ചയായിട്ടും അതിൽ നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് പീസ് പ്രോസസ്സിൽ എല്ലാത്തെയും ഒത്തുചേർക്കുന്നതിൽ തീർച്ചയായും ജയിക്കുമെന്ന് വിചാരിച്ചു. എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിനോട് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ പ്രാർത്ഥിക്കും. ഓഡിയൻസിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, താങ്കൾക്ക് ഈ ആപത്തിൽ നിന്നൊക്കെ എതിർത്ത് നിൽക്കാൻ എവിടുന്നാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത്? ഈ മോട്ടിവേഷനും സ്പിരിറ്റും ഒക്കെ സാറിന് എവിടുന്നാണ് കിട്ടുന്നത്? ഇവിടെ ഞങ്ങളുടെ 10ാമത്തെ ഗുരുവിന്റെ ഒരു അത്ഭുതമായ ഒരു പ്രയറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, देश शिवा बर मोहे इहे शुभ कर्मन ते कबू ना टरूं ना डरूं और 100 जब जाए लड़ूं निश्चय कर अपनी जीत कर. ഏതൊരു കാരണത്തിന് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുന്നുവോ അതിനോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും പേടിക്കണം.